പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇ.പി. ജയരാജൻ്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഇപ്പോഴും കേട്ടടങ്ങിയിട്ടില്ല. അത് ഒരു ഗൂഢാലോചനയായിരുന്നുവെന്നും ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരൊക്കെ ആയിരുന്നുവെന്നുമൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു. ഏതാണ്ട് അത് ശരിയാണെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണമാണ് ഇ.പി. ജയരാജൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടത്തിയത് എന്നതാണ് ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞത് വിവാദ ഭാഗം കൂട്ടിച്ചേർത്തത് എന്നാണ് CPM ഇന്ന് മനോരമയിൽ വന്ന വാർത്ത. ആത്മകഥ എന്ന പേരിൽ പുറത്തു വന്ന ഭാഗങ്ങൾ താനറിയാതെ കൂട്ടിച്ചേർത്തതാണെന്ന് ഇ.പി. ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകി. തന്നെ തകർക്കാൻ ഗൂഢാലോചന തുടരുകയാണെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. വ്യക്തമാക്കി. ജയരാജൻ പറഞ്ഞത് തൽക്കാലം വിശ്വസിക്കാനാണ് പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് തുടർ പരിശോധന നടത്തും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രചരിക്കുന്ന ആത്മകഥയിലെ ഒരു ഭാഗവും താൻ എഴുതിയതല്ല എന്ന അവകാശവാദം യോഗത്തിൽ ഇ.പി. നടത്തിയില്ല. തനിക്കെതിരെ ഉയർന്ന ചില ആരോപണങ്ങളിൽ ഒരു പുസ്തകത്തിലൂടെ വ്യക്തത വരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ശരിയാണ്. എന്നാൽ പാലക്കാട് LDF സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗമടക്കം പലതും താൻ എഴുതിയതല്ല. എഴുത്ത് പൂർത്തിയാക്കാനായി രണ്ടുപേരുടെ സഹായം തേടിയിരുന്നു. അവരെ അവിശ്വാസമില്ല. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തിറങ്ങിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു. പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ പാർട്ടിക്ക് അന്വേഷിക്കാം. ഇതാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഇത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലെ വാദമുഖങ്ങളെ സാധൂകരിക്കുന്ന വിശദീകരണമാണ് എന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘമാണ് എന്ന് കാര്യകാരണ സഹിതം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഗൂഢാലോചന നടത്തിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളത് വളരെ ആനുഷംഗികമായി ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഇന്നലെ ചെയ്തത്. എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ ആ വിഷയം കുറച്ചുകൂടി വിശദമായി എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. ഇ.പി. ജയരാജനെതിരായി പാർട്ടിയിൽ നടക്കുന്ന ഗൂഢാലോചനകൾക്കെല്ലാം നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററാണ് എന്ന് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ജയരാജൻ ആരായിരുന്നുവെന്നും ജയരാജൻ്റെ ഈ പാർട്ടിയിലെ പ്രവർത്തനം ഏത് തരത്തിലുള്ളതായിരുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്ററുടെ എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ താരതമ്യത്തിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. നമുക്കറിയാം ഇ.പി. ജയരാജൻ 1977-80 KSFിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതായത് SFIയുടെ മുമ്പത്തെ രൂപമാണ് KSF. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. 1980-84 DYFI ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അതിനുശേഷം 1995-2002 കാലഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 1995 അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ട്രെയിനിൽ വെച്ച് വെടിയേറ്റ സംഭവം നമുക്കറിയാം. അദ്ദേഹം 2002 മുതൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അംഗമാണ്. 3 തവണ MLA ആയിരുന്നു. 3.5 വർഷം ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്നു. അദ്ദേഹം 2005 മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. 2005 മുതൽ പറഞ്ഞാൽ 15 22 വർഷമായി CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സഖാവ് ഇ.പി. ജയരാജൻ. എന്നാൽ MV ഗോവിന്ദൻ മാസ്റ്ററോ DYFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു 1980. MV ഗോവിന്ദൻ മാസ്റ്റർ SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ആ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ഇ.പി. ജയരാജൻ നമ്മൾ ഓർത്തോളണം. 2002-2006 കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം 3 തവണ MLA ആയിരുന്നു. രണ്ടാം പിണറായി സർക്കാരിൽ അദ്ദേഹം തദ്ദേശ എക്സൈസ് മന്ത്രിയായിരുന്നു. എന്നാൽ 2018 MV ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നത്. ഓർത്തോളണം, 2018. അപ്പം ഈ പറഞ്ഞതുപോലെ 5-2 7 വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട്.
എന്നാൽ ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട് 15-20 വർഷം കഴിഞ്ഞു. നേരത്തെ പറഞ്ഞൊരു ചെറിയ പക്ഷേ പറ്റി 20 വർഷം കഴിഞ്ഞു അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ എം പി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ട് വെറും 7 വർഷമായിട്ടുള്ളൂ. അദ്ദേഹം 2022 CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി. അതിനെ തുടർന്ന് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗവുമായി. അപ്പോൾ ഇ പി ജയരാജനും എം പി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് ചർച്ച ചെയ്ത് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇ പി ജയരാജനേക്കാൾ വളരെ ജൂനിയർ എന്നല്ല, വെറും സബ് ജൂനിയറാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ആ ഒരു വലിപ്പച്ചെറുപ്പമാണ് അവർ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണം എന്നുള്ളത് നമുക്ക് അറിയാം. സ്വാഭാവികമായും കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി ആവാൻ ഏറ്റവും യോഗ്യൻ താനായിരുന്നു എന്നാണ് ഇ പി ജയരാജൻ കരുതിയിരുന്നത്. എന്നാൽ പല വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള താൻ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്ന 2018 മാത്രം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയതിൽ ഇ പി ജയരാജന് അസ്വസ്ഥതയുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ അസ്വസ്ഥത എം വി ഗോവിന്ദൻ മാസ്റ്റർക്കായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. തന്നെക്കാൾ വളരെ സീനിയറായിട്ടുള്ള 10-22 വർഷക്കാലമായി കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഇ പി ജയരാജൻ CPM-ൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുന്നത് തനിക്ക് ദോഷകരമാണെന്നുള്ളൊരു ബോധ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററെ നിരന്തരമായി ആശങ്കപ്പെടുത്തിയിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇ പി ജയരാജന് ഗോവിന്ദൻ മാസ്റ്ററോടും ആ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇ പി ജയരാജനെ എങ്ങനെയെങ്കിലും ഈ പാർട്ടിയിൽ നിന്ന് തടുത്തുകൂട്ടി പുറത്തേക്ക് കളയണം എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2022 ഡിസംബറിൽ ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണത്തെ തുടർന്നും അതൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ ശ്രമിച്ചിരുന്നു. നമ്മളത് പത്രത്തിൽ കണ്ടതാണ്. അതിനുശേഷം അവർ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജയരാജനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ ജി ശക്തിധരൻ 27 ജൂലൈ 24 അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ്, പാർട്ടിയിൽ സ്വർണം കൊണ്ട് ആറാട്ട്, അതാണ് എൻ്റെ തലവാദി. CPM പുകയുകയാണ്, നേർക്കുനേർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ചില മാധ്യമങ്ങൾ കണ്ണടച്ചു പിടിച്ച് അതിൽ ഒരു തരി പോലും പുറത്തു വരാതെ കാക്കുകയാണ്. മറ്റു ചില മാധ്യമങ്ങൾ തങ്ങൾക്ക് താല്പര്യമുള്ള നേതാവിനെ വെള്ളപൂശാൻ കൂട്ടിക്കൊടുപ്പ് നടത്തുകയാണ്. വഴിയിൽ കെട്ടിയ ചെണ്ടയാണിപ്പോൾ CPM. എന്താണിപ്പോൾ CPM-ൽ നടക്കുന്നതെന്നതിൻ്റെ താക്കോലാണ് സഖാവ് എം വി ഗോവിന്ദൻ ചൊവ്വാഴ്ച പത്രങ്ങളിലൂടെ എടുത്തു കാട്ടിയിരിക്കുന്നത്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് ഇതാണ്. മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF കൺവീനർ ഇ പി ജയരാജനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് CPM പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. സംഘടനാ കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. ഇ പിയുടെ കാര്യം അടഞ്ഞ അധ്യായമല്ല എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. മാത്രമല്ല, ഈ വിഷയത്തിൽ വായനക്കാരുടെ ശ്രദ്ധ കൂടുതൽ പതിയാൻ ഉത്തരണിയിൽ ഇ പി ജയരാജനെതിരെ ഉയർന്ന കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കും എന്ന ഉപതലക്കെട്ടും മാതൃഭൂമിയിൽ കാണാം. ഈ വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ട് ഇതുവരെ എന്തേ ആരും നിഷേധിച്ചില്ല? ജയരാജനും എന്തേ മൗനം? എത്ര ഗുരുതരമായ ആരോപണമാണ് ജയരാജൻ്റെ പേരിൽ ഔദ്യോഗികമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ജയരാജൻ്റെ പേരിൽ അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടോ? സംഘടനാ കാര്യങ്ങൾക്കായി പ്രത്യേക യോഗം വിളിക്കാൻ സെക്രട്ടറിക്ക് ഒറ്റയ്ക്ക് അധികാരമുണ്ടോ? എവിടെയാണ് ഈ തീരുമാനം എടുത്തത്? തെറ്റുതിരുത്തൽ ചർച്ച തുടങ്ങിയ ശേഷം സെക്രട്ടേറിയറ്റിൽ ഏതെങ്കിലും ഒരു അംഗം ഏതെങ്കിലും ഒരു നേതാവിനെതിരെ വാ തുറന്നിട്ടുണ്ടോ? എങ്കിൽ ഈ പാർട്ടി എന്നേ നന്നായി പോയേനെ. അത് പറഞ്ഞതിന് ശേഷം ശക്തിധരൻ തുടരുകയാണ്. മക്കളുടെ തല പൊങ്ങുന്നതോടെ പാർട്ടിയിലെ കൂമ്പടയുമെന്ന പ്രതിഭാസം കേരളത്തിലെ CPM-ലെ കാണാനാവൂ. മുഖ്യമന്ത്രിയുടെ മകളും മകനും എല്ലാം ഇതിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിക്കൊണ്ട് ആർക്കും ആരെയും ഭയമില്ല. AKG സെൻറ്ററിൻ്റെ അകത്തളങ്ങളിൽ ഒട്ടേറെ ഉന്നത നേതാക്കളുടെ കണ്ണീർ തളം തട്ടിക്കിടപ്പുണ്ട്. ഈ ശൃംഖല തുടരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ സെക്രട്ടേറിയറ്റ് വിരൽ ചൂണ്ടുന്നത്. അദ്ദേഹം പറയാണ്, സെക്രട്ടറിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ ചുരുക്കുകയാണ്.
കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അപ്രതീക്ഷിതമായി ഉയർന്ന ആക്രോശങ്ങൾ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. ഒരു പത്രപ്രവർത്തകനും ഈ സത്യം പുറത്തു കൊണ്ടുവന്നില്ല. നട്ടലുള്ള ഒരുത്തനും അക്കൂട്ടത്തിലില്ല. അവിടെ നടന്ന വീരവാദങ്ങളുടെയും എതിർവെല്ലുവിളികളുമൊക്കെ അവിടെ തലതൊട്ടപ്പന്മാർക്കെതിരെ ഉയർന്ന കോടാനുകോടി രൂപയുടെ അഴിമതി ആരോപണങ്ങളും ടേപ്പ് കൊണ്ട് കാണിച്ചാൽ പോലും ഒരു പ്രധാന മലയാള പത്രവും അത് അച്ചടിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. മാധ്യമങ്ങളുടെ കൂട്ടിക്കൊടുപ്പ് ഈ പ്രസ്ഥാനത്തിൻ്റെ തകർച്ച ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. അതാണ് സംഭവിക്കുന്നത്. വൈദേഹം ഫെയിം നേതാവാണെങ്കിൽ അന്യാപദേശ ഭാഷയിലെ വായു തുറക്കൂ. എങ്ങനെയാണ് കേരളത്തിലെ കവലകൾ തോറും സ്വർണ്ണക്കൊടി മരങ്ങൾ പൊടുന്നനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോടാനുകോടി രൂപയുടെ പരസ്യം മാധ്യമങ്ങൾക്ക് വാരിക്കോരി കൊടുത്ത് സ്വർണ്ണ വിപണിയുടെ ആധിപത്യം പൊടുന്നനെ നേടിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഏതൊക്കെ നേതാക്കളുടെ മക്കളാണ്? കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അപ്രതീക്ഷിതമായി സ്വർണ്ണക്കടകളുടെ താക്കോലുകൾ ഇരുമ്പുമറ ഭേദിച്ച് ചങ്കിൽ തന്നെ കയറ്റിയപ്പോഴാണ് രംഗം കൊഴുത്തത്. അധോലോകം കിടുകിട വിറച്ചു. ഇത്ര ശക്തനാണോ കേരളത്തിലെ സമാന്തര സാമ്പത്തിക ശൃംഖല എന്നത് കണ്ടു പലരും ഞെട്ടി. ഈ പാർട്ടി നേതൃത്വം എത്രമാത്രം ചീഞ്ഞു മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഇത്രയധികം തെളിവ് വേണ്ട. പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടെയാണ് സ്വർണ്ണക്കടകൾ പൊട്ടിമുളയ്ക്കുന്നത്. ആരുടെ ബിനാമികളാണ് അതിന് പിന്നിൽ എന്നതും വരും ദിവസങ്ങളിൽ കാണാനിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ വെടി AKG സെൻറ്ററിൽ ഇരുമ്പ് മറ തുളച്ച് സിംഹഗർജനം പോലെ പുറത്തു വന്നു എന്ന് മാത്രം. നേതാക്കളുടെ മക്കളെ ചൂഴ്ന്നു നിൽക്കുന്ന അധോലോകത്തിൻ്റെ ഇരുട്ടറകളും പുറത്തു വന്നു. കാരണഭൂതൻ എത്ര കോടി കള്ളപ്പണമാണ് സ്വർണ്ണക്കടകളിലൂടെ വെളുപ്പിച്ചത്? കളങ്കിത സ്വർണ്ണ മുതലാളിമാരെ ആദരിക്കാൻ കാട്ടിയ ചങ്കൂറ്റമോ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാം എന്ന സ്ഥിതിയാണെങ്കിൽ ആർക്കും ഒന്നും പറയാനില്ല. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജൂലൈ 24-നാണ് ജി ശക്തിധരൻ എഴുതിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പോസ്റ്റിൽ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ഈ പോസ്റ്റ് എഴുതുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ നടന്ന ഒരു തർക്കത്തിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഈ ശക്തിധരൻ്റെ ഈ പോസ്റ്റിലുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. എത്ര ഗുരുതരമാണ് എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർക്കും കുടുംബത്തിനുമെതിരെ EP ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർത്തിയ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങളാണ് ഈ ജി ശക്തിധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയാതെ പറഞ്ഞ് വെച്ചിരിക്കുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എന്താണ്? ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് EP ജയരാജനായിട്ടുള്ള നടപടി അടഞ്ഞ അധ്യായമല്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ EP ജയരാജൻ എന്ന് പറഞ്ഞ നേതാവിനെ എങ്ങനെയെങ്കിലും CPM-ൽ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ വ്രതമെടുത്തിരിക്കുന്ന നേതാവാണ് MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടാവാൻ ഇടയുണ്ടോ? ഇതെൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് EP ജയരാജൻ്റെ ആത്മകഥാ വിവാദത്തിന് പുറകിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഒരു സംശയവും വേണ്ട, ഈ ആത്മകഥാ വിവാദം MV ഗോവിന്ദൻ മാസ്റ്റർ EP ജയരാജനെതിരെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഉയർത്തിക്കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് ദിവസം CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി EP ജയരാജൻ തൻ്റെ ആത്മകഥയിലൂടെ ഇതെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയും MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. EP ജയരാജനെ പുറത്താക്കാൻ വേണ്ടി MV ഗോവിന്ദൻ മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാണം കെട്ട കളിയുടെ ഏറ്റവും പുതിയ ഒരു അധ്യായം മാത്രമാണ് ഈ EP ജയരാജൻ്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വഹിച്ച നിസ്തുലമായ പങ്ക് എന്ന് എൻ്റെ പ്രേക്ഷകരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചത്.